ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഒരു ടിൻ ഫ്ലൈമിന് ഹീലിംഗ് പ്രോസസ്സും ഇന്നർ വർക്കും പ്രേയേഴ്സും ഇതെല്ലാം കൃത്യമായി ചെയ്തു പോരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഡെയിലി ബേസിസിൽ ഇതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അതെങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാനൊരു ഡേയിലെ ടൈംസിനെ 3 സമയങ്ങളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഷെഡ്യൂൾ ചെയ്യാനായിട്ട് രാവിലെ, സന്ധ്യയ്ക്ക്, രാത്രിയിൽ. രാവിലെ നമുക്കൊരു 1 മണിക്കൂർ ടൈം ആവശ്യമാണ്. എന്നും നിങ്ങൾ ഉണരുന്നതിലും 1 മണിക്കൂർ മുന്നേ ഉണരേണ്ടതായിട്ടുണ്ട്, ഉണർന്ന് പ്രിപ്പയർ ആകേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഡിയർ, നിങ്ങൾക്ക് പ്രിപ്പയർ ആകാൻ എത്ര ടൈം വേണോ അതും കൂടി ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഉണർന്ന് ഒന്ന് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വന്ന് ദീപമൊക്കെ തെളിയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അതിനുള്ള ടൈം അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ദീപം തെളിയിക്കാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രാർത്ഥനയല്ല ചെയ്യുന്നത്. രാവിലെ നമ്മൾ പ്രാണായാമം ചെയ്യുന്നുണ്ട്, 7 ചക്ര ക്ലെൻസിങ് ചെയ്യുന്നുണ്ട്, ഓറ ലോക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനും ചെയ്യുന്നുണ്ട്. പ്രാണായാമയ്ക്കൊരു 10 മിനിറ്റ്സ് വേണ്ടി വരും. 7 ചക്ര ക്ലെൻസിങ്ങിന് 30 മിനിറ്റ്സ് വേണ്ടി വരും. അടുത്ത് ഓറ ലോക്ക് ചെയ്യാനും 10 മിനിറ്റ്സ് വേണ്ടി വരും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ ചെയ്യാനും 10 മിനിറ്റ്സ് വേണ്ടി വരും. അങ്ങനെയാണ് ഒരു 1 മണിക്കൂർ ടൈം രാവിലെ വേണം എന്ന് പറഞ്ഞത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഏതെന്ന് വെച്ചാൽ നമുക്ക് ടിൻ ഫ്ലൈംസിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ആണ്. അത് 88 പോർട്ടൽ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിൽ പോയി നിങ്ങൾ അഫർമേഷൻസ് എഴുതിയെടുക്കുക, പറയുക മാത്രമേ ചെയ്യാവുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ എഴുതി റിച്വൽ ചെയ്തു. ഇനി നിങ്ങൾ അഫേം ചെയ്യുക മാത്രം ചെയ്യാം. ഒരു അഫർമേഷൻ 11 ടൈംസ് വീതം ആ 10 അഫർമേഷൻസും നിങ്ങളിങ്ങനെ അഫേം ചെയ്യാം. ഓക്കെ ഡിയർ, അപ്പോൾ രാവിലത്തെ കാര്യം അങ്ങനെ ഷെഡ്യൂൾ ചെയ്തു. അടുത്തിനി സന്ധ്യയ്ക്കാണ്. സന്ധ്യയ്ക്ക് നമ്മുടെ ടൈം വരുന്നത് 6 മുതൽ 7:30 വരെയാണ്. അതിന് ശേഷം ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു 1.5 മണിക്കൂറിനെ 3 സ്പ്ലിറ്റ് ചെയ്യാം, 30 മിനിറ്റ്സ് വീതം. ആദ്യത്തെ 30 മിനിറ്റ്സ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞുള്ള 30 മിനിറ്റ്സ് ഈ ഒരു നമ്മുടെ ജേണിക്ക് ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട് ഹീലിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. ആ ഒരു ഓർഡറിൽ വരുന്ന കാര്യങ്ങളാണ് ആ ഒരു 30 മിനിറ്റ്സിൽ ചെയ്യേണ്ടത്. ഓക്കെ ഡിയർ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് ട്രിഗറാണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രിഗറിന് അനുസൃതമായിട്ടുള്ളൊരു ഇന്നർ വർക്കാണ് അടുത്ത 30 മിനിറ്റ്സിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു 1.5 മണിക്കൂർ അവിടെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ നിങ്ങൾ രാവിലെ ഈ 7 ചക്ര ക്ലെൻസിങ് ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല, അതൊക്കെ ഇനി ചെയ്യണം. അത് ചെയ്യാനും കൂടി ടൈം വേണമെന്നുണ്ടെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ വിളക്കിൻ്റെ തിരി താഴ്ത്തി വെച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാം. ഓക്കെ ഡിയർ, അടുത്ത നൈറ്റിൽ നമുക്കൊരു 30 മിനിറ്റ്സ് വേണം. നിങ്ങൾ ഒരു 10 മണിക്ക് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതിന് മുന്നേ ഒരു 9:30ക്ക് നിങ്ങൾ മറ്റ് ജോലികളെല്ലാം തീർത്ത് ഒന്ന് നമ്മുടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്ന് റെഡിയാവുക. നൈറ്റിൽ ചെയ്യേണ്ടത് നെഗറ്റീവ് കോഡ് കട്ടിംഗ് ആണ്. നമ്മൾ 7 ചക്ര ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, ഓറൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒരു ലെവല് ഉയർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പോസിറ്റീവ് എനർജി. അതിനനുസരിച്ചുള്ള നെഗറ്റീവ് എനർജീസ് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കാണുന്ന വ്യക്തികൾ മാത്രമല്ല, പല രൂപത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് കോഡ് കട്ടിങ് ചെയ്യണം. എല്ലാ തരത്തിലുള്ള എനർജീസും നമുക്ക് അതിലൂടെ റിലീസാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് നെഗറ്റീവ് കോഡ് കട്ടിങ് എന്ന് സെർച്ച് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് വരുന്ന വീഡിയോസാണ് അതൊക്കെയും. അതൊന്ന് കണ്ട് നിങ്ങളുടെ എല്ലാ കോഡ്സും റിമൂവായി പോകുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ആത്മാവിൽ നിന്നും എല്ലാ കോഡ്സും ഇങ്ങനെ റിമൂവായി പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അതിനുശേഷം ഡിവൈൻ ഹീലിംഗ്, അതായത് ഡിവൈനിൽ നിന്ന് ഒരു ഗോൾഡൻ ലൈറ്റ് വന്നിട്ട് നമ്മുടെ ശരീരം മുഴുവനും പതിക്കുകയാണ് ലൈറ്റ്. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ആത്മാവിൽ നിന്നും റിമൂവായി പോയ കോഡ്സിൻ്റെ ഒരു മുറിവുണ്ടാവുമല്ലോ, ആ മുറിവെല്ലാം ഹീൽ ചെയ്ത് നമ്മൾ ആ ഒരു എനർജി ഒരു ഗോൾഡൻ ലൈറ്റ് കൊണ്ട് ഡിവൈൻ നമുക്കൊരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. അതിനുശേഷം ഞാൻ ആ 88 പോർട്ടൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഹോപ്പോണോപ്പോണോ പ്രെയർ ചെയ്യാം ഡിവൈനോട്. നമ്മൾ ഈ ഒരു ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ ചെയ്തു പോയിട്ടുള്ള എല്ലാ കർമ്മദോഷങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഹോപ്പോണോപ്പോണോ പ്രെയർ. ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഡേ ഷെഡ്യൂളായി കഴിഞ്ഞു. ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കൂ. പിന്നെ ഞാൻ എൻ്റെ ടൈം, എൻ്റെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായി ശ്രമിക്കൂ.
ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും നിങ്ങളുടെ ജേണിയുടെ ഗ്രോത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെയ്ഡ് സെഷനാണ് ചക്ര സ്കാനിങ് എന്ന് പറയുന്നത്. ചക്ര സ്കാനിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ എനർജി സെൻറ്റേഴ്സിലും എന്തൊക്കെ ബ്ലോക്കേജസ് ആണ് ഉള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു ബ്ലോക്കേജസ് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് ആ ഒരു ബ്ലോക്കേജ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ചക്രാസ് ക്ലെൻസ് ചെയ്ത് നമുക്ക് ആ ഒരു നമ്മുടെ പേഴ്സണൽ ലൈഫിലും ജേണിയിലും ചക്രാസ് ക്ലെൻസ് ചെയ്തുകൊണ്ട് ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.